ഇന്ന് നമ്മൾ യൂട്യൂബിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കണ്ടന്റുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാം വീട്ടിൽ ഉപയോഗിക്കാതെ വെറുതെ കളഞ്ഞിരിക്കുന്ന കുറേ ബ്ലൗസ് പീസുകളുണ്ടാവും. ഒന്നുകിൽ നമ്മൾ ആ സാരിയുടെ മാച്ചിങ് ബ്ലൗസുകൾ വേണ്ടാന്ന് വെച്ചിട്ട് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് ബ്ലൗസ് പീസിൻ്റെയൊക്കെ തുണികൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അതുപയോഗിച്ചിട്ട് നമ്മൾ കിച്ചണിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഐഡിയാസുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ഓരോ ടിപ്പായിട്ട് കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിൻ്റെ ബ്ലൗസ് പീസാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് പീസ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഒരു ഫുൾ ബ്ലൗസ് പീസും ഇതിനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ടിപ്പ്, പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന നമ്മുടെ ക്ലോക്കുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഈ സിൽക്കിൻ്റെ ബ്ലൗസ് പീസിൻ്റെ തുണി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കണ്ണാടിയിൽ പോറൽ വീടില്ല, പെട്ടെന്ന് തന്നെ ആ ഡസ്റ്റൊക്കെ പോയി കിട്ടും. ഈ ബ്ലൗസ് പീസുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ പൂജയ്ക്ക് പോകുന്ന സമയത്ത് താലത്തിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സാരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ ഒരു ബ്ലൗസ് പീസ് എടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടിപ്പ്, നമ്മുടെ പൂജാമുറിയിലെ സ്വാമിയുടെ ഫോട്ടോസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും ഇത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിൻ്റെ ബ്ലൗസ് പീസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഈ ഒരു തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ലാപ്ടോപ്പ്, ടാബ്, അതല്ലെങ്കിൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടികളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ TV ഒക്കെ പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പൊടി മാറി കിട്ടുമെന്ന് മാത്രമല്ല അതിൽ പാടുകളോ പോറലുകളോ ഒന്നും വരത്തില്ല. അടുത്ത ടിപ്പ്, കോട്ടൻ്റെ ബ്ലൗസ് പീസുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലുകൾ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയാലും ചെറിയൊരു ഈർപ്പൊക്കെ ഇതിനകത്ത് കാണും, അല്ലെങ്കിൽ പൊടിയൊക്കെ പറ്റിയിട്ടുണ്ടാകും. അത് പോകാനായിട്ട് ഇതുപോലെയുള്ള കോട്ടൻ്റെ ബ്ലൗസ് പീസ് വെച്ച് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് അച്ചാറൊക്കെ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട്, അതുപോലെ തന്നെ ഒരുപാട് കാലം പൂക്കാതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളായിട്ടിട്ട ഒരു മാങ്ങാച്ചാറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ കമൻറ്റിൽ പറയുവാണെങ്കിൽ തീർച്ചയായും അടുത്ത വീഡിയോ ഈ ഒരു മാങ്ങയുടെ റെസിപ്പി ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല അടാറ് കോമ്പിനേഷനാണ്. ഒരു തുള്ളി പോലും വിനാഗിരി ചേർക്കാതാണ് കേട്ടോ നമ്മൾ ഈ ഒരു അച്ചാർ റെഡിയാക്കിയിരിക്കുന്നത്. വേണ്ടാതെ കളയാൻ വെച്ചിരിക്കുന്ന ബ്ലൗസ് പീസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു ബ്ലൗസ് പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് വെച്ച് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം നീളം വേണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പീസാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു തുണിസഞ്ചിയാണ്. നമ്മൾ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പം ഇതുപോലെ ഒരു തുണിസഞ്ചി കിട്ടുമല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയുടെ അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല രീതിയിൽ ലെവലിൽ വെച്ചതിന് ശേഷം അധികമായിട്ട് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ തുണിസഞ്ചി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ വെച്ചിരിക്കുന്ന ബ്ലൗസ് പീസ് ഉണ്ടല്ലോ അതിന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഓപ്പൺ ആയിരിക്കുന്ന 3 ഭാഗവും നമുക്ക് നല്ലതുപോലെ ആ തുണിസഞ്ചി കൂടി ചേർത്ത് തച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ തുണിസഞ്ചി അകത്ത് വെച്ച് തച്ചെടുക്കുന്നത് ആ ഒരു തുണിക്ക് കുറച്ച് കട്ടിയും സ്ട്രെങ്തും ഒക്കെ കിട്ടാനാണ് കേട്ടോ. തയ്യൽ മെഷീനൊക്കെ വീട്ടിലുണ്ട്, സ്റ്റിച്ചിങ് അറിയാവുന്നവരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു 3 സൈഡ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സൂചി നൂലും ഉപയോഗിച്ചിട്ട് കൈത്തയ്യലാണ് കേട്ടോ തച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ 4 സൈഡും തച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ഒരു ലഞ്ച് ടവലായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ലഞ്ച് ബാഗിനുള്ളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഇതിന് മുകളിൽ വെച്ചിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തു പോകാതെ വളരെ എളുപ്പത്തിൽ അവർക്ക് എടുത്ത് കഴിക്കാനും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കഴുകി വീണ്ടും നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇപ്പം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മുത്തോ സീക്വൻസോ ഒക്കെ വെച്ചിട്ടുള്ള ബ്ലൗസ് പീസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ലഞ്ച് കഴിച്ചതിന് ശേഷം ആ ഒരു ടവലിൽ വീഴുന്ന ബാക്കിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് വേസ്റ്റിലേക്ക് കളയാനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്ലേസ് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കഴിയും. ഇത് നമുക്ക് ലഞ്ച് ടവലായിട്ട് മാത്രമല്ല കേട്ടോ, OTG അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ അവൻ്റെയൊക്കെ മുകളിൽ കവറായിട്ടും ഇത് ഉപയോഗിക്കാം. OTGയുടെ ഒക്കെ മുകളിൽ കവറായിട്ട് ചെയ്യുമ്പം അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കറക്റ്റ് അളവിന് വേണം കേട്ടോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഇതേ ടവൽ തന്നെ OTGയുടെയും ഫ്രിഡ്ജിൻ്റെയൊക്കെ ഹാൻഡിൽ എപ്പോഴും നമ്മൾ തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അഴുക്ക് പറ്റാതിരിക്കാനായിട്ട് ഹാൻഡിൽ കവറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കാതെ കളഞ്ഞിരിക്കുന്ന മാച്ചിങ് സാരിയുടെയൊക്കെ ബ്ലൗസ് പീസുകൾ വെച്ച് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കിച്ചൺ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്ന ഐഡിയാസുകളാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുതേ.
ഇനി നമുക്ക് ഇതേ മാറ്റ് കിച്ചൺ കൗണ്ടറിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ കിച്ചൺ കൗണ്ടറിൽ നമ്മൾ ആ ഒരു മാറ്റ് വിരിച്ചതിന് ശേഷം നമ്മുടെ കിച്ചൺ കൗണ്ടറിൽ വെക്കുന്ന സാധനങ്ങൾ അതിന് മുകളിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അച്ചാറിൻ്റെയൊക്കെ ബോട്ടിൽ വെക്കുന്ന സ്ഥലത്ത് നമുക്കറിയാം എപ്പോഴും ഒരു ഓയിലായിരിക്കും, ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. മാത്രമല്ല നമ്മുടെ കിച്ചൺ കാണുമ്പോൾ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കാണാൻ നല്ല ഭംഗിയല്ലേ? നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ അറിയിക്കൂ. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു കോട്ടൻ്റെ ബ്ലൗസ് പീസ് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്ത് ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഈ ബ്ലൗസ് പീസിൻ്റെ തുണി ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ എല്ലാ വീട്ടിലും അരി ഗോതമ്പൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പ്രാണിശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതിലേക്ക് വറ്റൽമുളക് അല്ലെങ്കിൽ ഗ്രാമ്പുമൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഗ്രാമ്പു ഇടുവാണെങ്കിൽ ചെറിയ കിഴി കെട്ടിയാണല്ലോ നമ്മൾ വെക്കുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോട്ടൻ്റെ ബ്ലൗസ് പീസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബ്ലൗസ് പീസിൻ്റെ തുണിയിലേക്ക് 3-4 ഗ്രാമ്പു വെച്ച് കിഴി കെട്ടിയിട്ട് ഞാൻ ഈ ഒരു അരിയിൽ പ്രാണിശല്യം ഒഴിവാക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത ടിപ്പ്, കിച്ചണിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്ലാസിൻ്റെയൊക്കെ സ്റ്റൗ ടോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓയിലും അല്ലെങ്കിൽ അഴുക്കും ഒക്കെ പറ്റിയിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോട്ടൻ്റെ ബ്ലൗസ് പീസിൻ്റെ തുണികളുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഇതുപോലെ സ്റ്റൗ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്പ്രേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം കോട്ടൻ്റെ ആ ഒരു തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ക്ലീനായി കിട്ടുമെന്ന് മാത്രമല്ല ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പ് ആയതുകൊണ്ട് തന്നെ പോറലോ അല്ലെങ്കിൽ സ്ക്രാച്ചസോ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു തുണി നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്നതുമാണ്. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫുൾ ബ്ലൗസ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പില്ലോ കവർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന പില്ലോയുടെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ഓപ്പൺ ആയിട്ടിരിക്കുന്ന 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക് പില്ലോ വെച്ചിട്ട് അടിപൊളി ഒരു പില്ലോ കവറായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ മടക്കിയെടുക്കുമ്പം ബ്ലൗസ് പീസിൻ്റെ ഒരു സൈഡ് ഓൾറെഡി ക്ലോസ്ഡ് ആയിരിക്കും. ഓപ്പൺ ആയിരിക്കുന്ന 3 സൈഡിൽ 2 സൈഡ് നമ്മൾ തച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ചൂട് സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പില്ലോ കവറായിരിക്കും. അപ്പം ഞാൻ ഈ പില്ലോ കവർ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനുള്ളിൽ പില്ലോ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പില്ലോ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കോട്ടൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് സമയത്ത് നല്ലതാണ് കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേണ്ടാതെ കളഞ്ഞിരിക്കുന്ന ബ്ലൗസ് പീസിൻ്റെ തുണി വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തോളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.